ഭൂപതിവ നിയമ ഭേദഗതിക്ക് അംഗീകാരം കിട്ടി 1.5 വർഷം പിന്നിട്ടിട്ടും ചട്ടങ്ങൾക്ക് അംഗീകാരമായില്ല. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നിയമ ഭേദഗതി. ഫെബ്രുവരി മാസത്തിൽ ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ചട്ടരൂപീകരണം വൈകുന്നതിൽ ജില്ലയിൽ ആശങ്കയും ഉടലെടുത്തിട്ടുണ്ട്. 2016 മുതൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഭൂപതിവ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ ഇതിലേക്ക് നയിച്ചത് കോടതി ഉത്തരവുകളുടെ മറപിടിച്ച സർക്കാർ ഇറക്കിയ അനാവശ്യ ഉത്തരവുകളായിരുന്നു. കർഷക സംഘടനകളും പ്രതിപക്ഷവും ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM വരെ ജില്ലയിൽ സമരവുമായി രംഗത്തെത്തി. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കി പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയും നിർദ്ദേശിച്ചു. തുടർന്ന് 2023 സെപ്റ്റംബർ 14 നിയമസഭ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ പാസാക്കി. 2024 ഏപ്രിൽ 27 ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത്. 2024 ഓഗസ്റ്റിൽ ചട്ടങ്ങൾ രൂപീകരിച്ച് ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ റവന്യൂ നിയമവകുപ്പുകൾ തമ്മിലുള്ള തർക്കവും ആശയക്കുഴപ്പവും മൂലം ചട്ടരൂപീകരണം ഇപ്പോഴും വൈകുകയാണ്. ഭൂപതിവ് ചട്ടം അത് ഉടനെ തന്നെ ഭേദഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ പുതിയ ചട്ടങ്ങൾ നിലവിൽ വരുമെന്നും പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും പറഞ്ഞ ഗവൺമെന്റ് മന്ത്രി തന്നെ പറയുന്നു ഏപ്രിൽ മാസത്തിലേക്ക് അത് മാറുമെന്ന്. പട്ടയ നടപടികൾ പൂർണ്ണമായി നിശ്ചലമാക്കപ്പെട്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ ഇക്കാര്യങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണ തീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചട്ടം ഭേദഗതികൾ അനിവാര്യമായി വന്നിരിക്കുമ്പോൾ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ നയം തിരുത്തണം. എത്രയും പെട്ടെന്ന് തന്നെ ചട്ടം ഭേദഗതി അത് പുറപ്പെടുവിച്ചുകൊണ്ട് ആശ്വാസകരമാകുന്ന ഒരു സ്ഥിതി. അക്കാര്യത്തിൽ മറ്റൊരു വിഷയം കൂടി ഉള്ളത്, സാധാരണക്കാർക്ക് ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ള രീതിയിൽ ഇവിടെ സാധൂകരിക്കുന്ന പട്ടയങ്ങൾ സാധൂകരിക്കുന്ന ഒരു സ്ഥിതിയാകരുത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിശക്തമായ സമരം അക്കാര്യത്തിലും ഉണ്ടാകുമെന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ചട്ടഭേദഗതി പുറത്തിറക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവത്കരിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് നടപടി നീണ്ടുപോകാൻ കാരണമെന്നും ആരോപണമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാനദണ്ഡങ്ങളോടെ ചട്ടരൂപീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നടപടി വൈകിപ്പിക്കുന്നതിനെതിരെ സമരം ശക്തമാക്കാൻ കർഷക സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി.